ഡ്രോണുകളെ പറ്റിയുള്ള ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. അത് നമ്മൾ എന്നെ സംബന്ധിച്ച് ടെക്നിക്കലായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഈ ഇലക്ട്രോണിക് സാധനം എന്ത് കയ്യിൽ കിട്ടിയാലും പെട്ടെന്ന് ഓപ്പറേഷൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നേക്കാളും മുമ്പ് ഓപ്പറേറ്റ് ചെയ്ത് ഉള്ള ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പുതിയ ഡ്രോൺ മേടിച്ചിട്ട് എൻ്റെ സ്റ്റുഡിയോയുടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അതായത് 2014 ഫാൻറ്റം സീരീസിലെ ഡ്രോൺ മേടിച്ച് ഫാൻറ്റം 2 അതിനേക്കാൾ മുമ്പ് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അടിച്ച ബ്ലൈഡിന്റെ അടയാളാണ് ഈ തൊലിയൊക്കെ പൊളിഞ്ഞു പോയി ഈ കാണുന്നത്. ഫാൻറ്റം 2 എന്നുള്ളതാണ്. ഇത് ഈ സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന ഈ പാട് ഇൻസ്പയർ 1 എന്നുള്ള പാടാണ്. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരിൽ ഭയങ്കര സിമ്പിളാണ്. ഇതിൽ ഇതിൻ്റെതായ റിസ്കുകളുണ്ട്. കാരണം ഇൻസ്പയർ 1ഉം ഫാൻറ്റം 2 3 ഒക്കെ കൺട്രോൾ ഇല്ലാത്ത ഡ്രോണുകളാണ്. അത് പൊക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഇപ്പോഴത്തെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പൊക്കി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ച് വന്നാലും ആ ഡ്രോൺ അനങ്ങാതെ ട്രൈപോഡിൽ വെച്ച പോലെ അവിടെ നിൽക്കും. അപ്പോൾ പഴയ ഡ്രോണുകളിൽ കൺട്രോൾ കുറവായിരുന്നു. അപ്പൊ അതിൻ്റെതായ അതെ, അതായത് മുമ്പത്തെ ഡ്രോണുകൾ സെൻസർ ഉണ്ടായിരുന്നില്ല. ഡ്രോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശദമായിട്ട് വലിയൊരു സംഭവമുണ്ട്. പക്ഷെ അത് ഡ്രോൺ മാത്രമായിരുന്നു. ക്യാമറ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മൂവ്മെന്റ് ഒന്നും പറ്റില്ല. റെക്കോർഡിങ് വേറെ ഡിവൈസിൽ ചെയ്യും, ഡ്രോൺ വേറെ ആൾ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനത്തെ കണ്ടീഷനായിരുന്നു. പിന്നീട് മാറി മാറി വന്ന് ഇപ്പം ഇൻസ്പയർ എന്നുള്ള കാറ്റഗറി ഫസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് ഇൻസ്പയർ 2 വന്നു, ഇൻസ്പയർ 3 വന്നു. ഇപ്പോൾ